ആദ്യത്തെ കിഴിക്കോളിലെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ സുധീഷ് ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ നിധിയാണെങ്കിൽ ഒരു കസേരയൊക്കെ എടുത്തിട്ട് നമ്മളെ സുധീഷിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ പിന്നെ ആ ഗോപി പോലീസ് വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം സുധീഷ് പറയുന്നത്, ഏത് ഗോപി പോലീസ്? എനിക്കറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി ചോദിക്കുന്നുണ്ട്, ഗോപി പോലീസ് അറിയത്തില്ലേ സുധീഷിന്, നമ്മളെ കല്യാണം നടത്തി തന്ന ആ പോലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ സുധീഷ് പറയുന്നത്, ആ ആ ഇപ്പം എനിക്ക് മനസ്സിലായെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ നിധി പറയുന്നുണ്ട്, അതെ ആ പോലീസ് എങ്ങനെ അറിഞ്ഞത് നമ്മൾ ഡിവോഴ്സിന് പോയ കാര്യമൊക്കെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചായിരുന്നു, നിങ്ങൾ എന്തിനാ ഡിവോഴ്സിന് പോയെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ സുധീഷിൻ്റെ അടുത്ത്. നമ്മൾ നിധി പറയുന്നുണ്ട്, സത്യം പറ സുധീഷാണോ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ സുധീഷ് ഈ ഇല്ല നിധി, ഞാനൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുധീഷാണെങ്കിൽ പെട്ട അവസ്ഥയിരിക്കുമ്പോൾ സുധീഷിനാണെങ്കിൽ ഒരു ബുദ്ധിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ചിലപ്പോൾ ഇനി കോടതിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞതായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഇപ്പോൾ കോടതിയിൽ നിന്ന് വിളിച്ച് പറയും, ഞാൻ എന്തായാലും ഒരു അഡ്വക്കേറ്റിനെ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിധിയാണെങ്കിൽ അഡ്വക്കേറ്റിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അഡ്വക്കേറ്റ് ആണെങ്കിൽ ആദ്യം ഫോൺ എടുക്കുന്നതൊന്നുമില്ല, പിന്നെ ആണെങ്കിൽ അഡ്വക്കേറ്റ് തിരിച്ചിങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതിനൊക്കെ പോലീസുകാരെ എങ്ങനെ അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ അഡ്വക്കേറ്റ് പറയുന്നത്, ഞങ്ങളൊന്നും അറിയിക്കത്തില്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഫോർമാലിറ്റി കാര്യങ്ങളൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറയുന്നത്, സോറി മാം, ഇത്രയും ലേറ്റായിട്ട് ഡിസ്റ്റർബ് ചെയ്തതിന് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് നിധി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അതിപ്പോൾ വിട് നിധി, ഞാനാണെങ്കിൽ പോലീസിനെ കാണുന്ന സമയത്ത് ഗോപി പോലീസിനെ കാണുന്ന സമയത്ത് ഞാൻ ചോദിക്കാമെന്നൊക്കെ ഇങ്ങനെ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുധീഷ് ആണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നിധിയുടെ മുമ്പിൽ നിന്ന് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നിധി എന്തോ ചെയ്യുന്നുണ്ട്, വീണ്ടും നമ്മൾ ഈ ഗോപി പോലീസിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ലേ നിങ്ങൾ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ഞാനൊന്ന് നാളെ നിങ്ങളെ വന്ന് കണ്ടോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ഗോപി പോലീസ് പറയുന്നുണ്ട്, ആ ശരി, നാളെ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ നിധി ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടാണെങ്കിൽ ഗോപി പോലീസിൻ്റെ വൈഫാണെങ്കിൽ കിടന്ന് വഴക്കൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഒരു ഡിവോഴ്സ് ആയ പെണ്ണിൻ്റെ അടുത്ത് ഈ സമയത്ത് സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മളെ ഗോപി പോലീസിൻ്റെ വൈഫാണെങ്കിൽ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ സുധീഷ് ആണെങ്കിൽ 2 കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ടാണെങ്കിൽ അവിടെ ക്യാൻഡിൽ ലൈറ്റൊക്കെ കത്തിച്ചൊക്കെ വെക്കുന്നുണ്ട്, വെച്ചിട്ട് അവിടെ ബലൂണൊക്കെ തൂക്കിയൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സുഭാഷ് ചേട്ടനും ഹരീഷും നമ്മൾ നികേഷൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ തട്ടി വിളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഹരീഷാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഈ പാരാത്രിയൊക്കെ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അതേ നിധിയുടെ ബർത്ത്ഡേ ആണ്, രാത്രി 12 മണിയാവാൻ നമുക്ക് എല്ലാവർക്കും വിഷ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടിട്ടാണെങ്കിലും നമ്മളെ സുഭാഷ് ചേട്ടനാണെങ്കിൽ ആകെ ഷോക്കായിട്ടിരിക്കും, ഇവരെന്തേ കിടന്ന് കാണിക്കുന്നത്, ഒന്നാമത് ഡിവോഴ്സിൻ്റെ കാര്യത്തിന് വേണ്ടി കോടതിയിൽ പോയതൊക്കെ ഇല്ലേ. അപ്പം ആ ഒരു ഷോക്കായിരിക്കും നമ്മളെ സുഭാഷ് ചേട്ടനിക്ക്. അങ്ങനെ പിന്നെ നമ്മൾ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്നാലും ഞാൻ പോയി ആണെങ്കിൽ നിധിയെ വിളിച്ചുകൊണ്ട് വരട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നികേഷ് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ പോയി വിളിക്കേണ്ട, ഇനിയിപ്പം ഈ രാത്രി സമയത്ത് നിങ്ങൾ ഇനി റൂമിൽ പോയി വിളിച്ചെന്നും പറഞ്ഞിട്ട് ഇനി അതിന് വേണ്ടി നിധിയുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോയി വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുധീഷ് ആണെങ്കിൽ പോകുന്നുണ്ട്. നിധിയുടെ റൂമിൽ പോയി ആണെങ്കിൽ കതവിന് തട്ടയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ നിധി ആണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത് ഈ രാത്രിയിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ സുധീഷ് ആണെങ്കിൽ ഒരു ബൊക്കെയൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ ബർത്ത്ഡേ വിഷസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ നിധി ആണെങ്കിൽ എൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷമൊക്കെ ആവുന്നുണ്ട് നമ്മളെ നിധിക്കാണെങ്കിൽ കേട്ടോ. അപ്പം നിധി ആണെങ്കിൽ ഇങ്ങനെ സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്നൊക്കെ ചോദിക്കുമ്പം നമ്മൾ സുധീഷ് പറയുന്നത്, അതൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, വാ നമുക്ക് കേക്ക് മുറിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, ഇതെന്താ 2 കേക്ക് എന്ന് പറയുമ്പം അപ്പം നമ്മളെ സുധീഷ് പറയുന്നത്, ഒരു കേക്ക് ഞങ്ങൾക്കും ഒന്നാണെങ്കിൽ നിധിക്ക് സ്പെഷ്യലാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. കേക്ക് മുറിച്ച് നമ്മൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, നമുക്കിവിടെ ഫ്രിഡ്ജ് ഇല്ലല്ലോ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യണം, എല്ലാവരും ഈ കേക്ക് ഇപ്പോൾ തന്നെ രാത്രി തന്നെ കഴിച്ച് തീർക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മളാണെങ്കിൽ ഉറക്കത്തിൽ നിന്നിട്ട് ഇങ്ങനെ ബാത്റൂമിൽ പോകാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സമയത്ത് നമ്മൾ നിധിയാണെങ്കിൽ കേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഭാസ്കരൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭാസ്കരൻ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്താണെങ്കിൽ ആകെ നമ്മളെ സുധീഷിനെ തളർത്തുന്നൊരു രംഗമാണ് അവിടെ നടക്കുന്നത്. നമ്മളെ ഭാസ്കരനാണെങ്കിൽ വന്നിട്ട് നമ്മളെ സുധീഷാണെങ്കിൽ നിധിക്ക് വേണ്ടി മേടിച്ച് വെച്ചൊരു ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിയർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ഒരു കേക്ക് ഉണ്ടായിരുന്നു, അത് താഴെ വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഭാസ്കരനാണെങ്കിൽ അറിയാതെ ആ കേക്കിനകത്ത് കയറി ചവിട്ടുന്നുണ്ട്. അങ്ങനെ ഇത് കാണുന്ന നമ്മളെ സുധീഷാണെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ വരുന്നത്. അങ്ങനെ സുധീഷാണെങ്കിൽ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, വിട്ടേരടാ, ഇന്നിപ്പോൾ നല്ലൊരു ദിവസമല്ലേ, വെറുതെ പ്രശ്നമൊന്നും ആക്കണ്ടെന്നൊക്കെ പറയുന്നു. നമ്മളെ സുധീഷിനാണെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ കാണിച്ചിട്ടാണ് പ്രമോ റിവ്യൂ അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.